ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിലേക്ക് പ്രവേശിച്ച ആളുകൾ ചെയ്യേണ്ട വലിയൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കല്യാണം കഴിക്കരുത് എന്നുള്ളതാണ്. കാരണം അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന കുട്ടികൾ ഡിസേബിലിറ്റി ഉള്ള കുട്ടികളായി മാറും എന്നുള്ളതാണ്. ബുദ്ധിപരമായ ഡിസേബിലിറ്റി, അവയവങ്ങളുമായി ബന്ധപ്പെടുന്ന ഡിസേബിലിറ്റി ഇതെല്ലാം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ വരുന്ന കാലഘട്ടത്തിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന കുട്ടികൾ ഇത്തരത്തിലുണ്ടാകുമ്പോൾ അതൊരു നരകയാതനയാണ്. കുട്ടിക്കല്ല. അല്ലെങ്കിൽ ഈ വരുന്ന കുട്ടികളേക്കാളും വലിയൊരു നരകയാതന എന്ന് പറഞ്ഞാൽ പാരൻസിനാണ്. അതായത് ഈ ലഹരി ഉപയോഗിച്ച ആ വ്യക്തിക്കാണ് ഇതിൻ്റെ ഒരു നരകയാതന ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ശരീരം, അവൻ്റെ ബുദ്ധി, അവൻ്റെ മാനസികാവസ്ഥ, അവൻ്റെ കുടുംബ പശ്ചാത്തലം, അവൻ്റെ സാമൂഹ്യ പശ്ചാത്തലം, അവൻ്റെ കുട്ടികൾ, അവൻ്റെ കുടുംബം സർവസ്വം നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ ലഹരി എത്തിക്കുന്നത് മനുഷ്യനെ എന്നുള്ളതാണ്. പിന്നെ ഇതിന് തടയാൻ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലഹരിയെ വിമുക്തമാക്കാൻ, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെ രാജ്യത്ത് നിന്നൊക്കെ ഒരു പക്ഷേ അത്ര വലിയൊരു ദൗത്യമായിട്ടൊക്കെ അവർക്ക് തോന്നിയേക്കാം. പക്ഷെ നിങ്ങളെ കുടുംബത്തിനകത്തേക്ക് ലഹരി വരാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്, പ്രത്യേകിച്ച് മാതാപിതാക്കൾ.